ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഏകദേശം ഒരു 3 മാസത്തോളമായി ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട്. എനിക്ക് ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. എൻ്റെ മാമൻ്റെ മോളും അവളുടെ കൊച്ചും വന്നൊരു ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ കപ്പയൊക്കെ പുഴുങ്ങി വെച്ചു. തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ വന്ന വഴി അമ്മേനെ വർത്താനം പറയാൻ കിട്ടിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഭയങ്കര കുശലം പറച്ചിലാണ്. അമ്മ പിന്നെ ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ഹാപ്പി ആകും കേട്ടോ. കുശലം പറച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ തയ്ക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അവൾ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തയ്ക്കാനുണ്ട്, അടുത്ത ദിവസം അങ്ങ് വരുമെന്ന്. ഞാൻ പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോര്, ആവശ്യമുള്ളതൊക്കെ തയ്ച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് നേരം ഇരുന്ന് തയ്ക്കാൻ പറ്റത്തില്ല, നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ തയ്ച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ, എൻ്റെ ഡ്രസ്സ് മാത്രം. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതിന് ശേഷം പുറത്തെ കാഴ്ചകൾ കാണിക്കാം. പുറത്താണെങ്കിൽ 2-3 ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. നമ്മുടെ പുല്ലൂരിയുടെയൊക്കെ അത്രയും വെള്ളമുണ്ട്. 2 ദിവസം വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞ് നിൽക്കുവാണേ. അമ്പാടിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വഴക്കുണ്ടാക്കി നിൽക്കുവാണ് കേട്ടോ. ഞാൻ വഴക്കുണ്ടാക്കി അവിടെ വെച്ചേക്കുവാണ് ആളെ. കാരണം വെള്ളത്തിൽ ഇറങ്ങിയാൽ ശരിയായി ഇല നേരെ ടൈലിലോട്ട് വന്ന് കയറി അടിച്ചും തല്ലി വീഴും. കുഞ്ഞിക്കുട്ടനും ചേട്ടനും കൂടെ ഇവിടെ കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ കണ്ടങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കൂടെ അംഗത്തിനായിട്ട് റൂമിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അകത്ത് നിന്ന് വീഡിയോ എടുക്കുവാണെങ്കിൽ 2 പേരും അലമ്പണ കാണാം, വഴക്കുണ്ടാക്കണ കാണാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി നിർത്തണം കാണാം. അല്ലാണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ അവസ്ഥ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഒരു സൈക്കിൾ സൈഡിൽ വെച്ചിട്ടുണ്ട്, എന്തിനാണെന്നൊരു പിടുത്തവും ഇല്ല. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 2-2:30 ആയിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോറ് കഴിക്കുവാണേ. കുഞ്ഞിക്കുട്ടനും അമ്മയും കൂടിയിട്ട് മഴ കണ്ട് അങ്ങനെ വെളിയിലിരിക്കുവാണ് കേട്ടോ. അവളുടെ തയ്യലെല്ലാം കഴിഞ്ഞ് അവൾ നേരെ അകത്തേട്ട് കയറിപ്പോയി കേട്ടോ. പിന്നെ ഓരോന്നിനും അളവെടുക്കാനും മുറിക്കാനും ഒക്കെ ആയിട്ട് അവളങ്ങ് പോയി. പിന്നെ ഞാൻ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. ഇവരിവിടെ ഇരുന്ന് മഴയൊക്കെ കാണുവാണേ. അങ്ങനെ അമ്പാടിക്ക് ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാടി വഴക്കുണ്ടാക്കിയത് കൊണ്ട് അമ്പാടിക്ക് ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടി ചേട്ടനും അമ്പാടിയും കൂടി മഴയത്ത് പോയി കേട്ടോ. ഇതിനിടയ്ക്ക് അവൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മൊത്തം നനഞ്ഞത് കൊണ്ട് ഞാൻ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. രാത്രി ആയപ്പോഴത്തേക്കും അനിയൻ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അവളെയും കൊച്ചിനെയും കൂടിയിട്ട് കൊണ്ടുവിടാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഭയങ്കര മഴയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ബസ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇവരുടെ അങ്ങോട്ടേക്ക്. അതുകൊണ്ട് തന്നെ കൊണ്ടാക്കാമെന്ന് കരുതി ബൈക്കിന്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര മഴയായപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് കയറണം, കുറച്ച് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അവളുടെ വീട്ടിലേക്ക് മേടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തത്. ഇവിടെ ഒരു പുതിയ കട വരുന്നുണ്ട്, അതിൻ്റെ വാതിക്കൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ്. പതിയെ ഒന്ന് മഴ കുറയുമ്പോഴത്തേക്കും വേണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്, കടയിലൊക്കെ പോകാനായിട്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് കേട്ടോ. പിള്ളേർക്കും എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, പിന്നെ കറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. നല്ല മഴയാണ്. ഈ മഴ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ പോക്ക് ക്യാൻസലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചെറിയ ചാറ്റൽ മഴയിൽ അങ്ങ് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കടയിലൊക്കെ കയറി ചിക്കനൊക്കെ മേടിച്ച് നേരെ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞാനും അനിയനും കൂടിയിട്ട് തിരിച്ച് വരുന്ന വഴി എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കയറി ഒരു കേക്കൊക്കെ മേടിച്ച് കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാംഗോ ഫ്ലേവറിൻ്റെ ഒരു കേക്ക് കേട്ടോ. അപ്പോൾ അവൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളിത് ആരാണ്ട് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു. അത് ഇങ്ങനെ അവൾ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഡിസൈനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. വെറുതെ ഓർഡർ ചെയ്തതാണ്. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് കേട്ടോ. ഈ ഒരു കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 കിലോ ഉണ്ടെങ്കിൽ ഒരു 5 കിലോ ആക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷുഗറൊന്നും നോക്കത്തില്ല കേട്ടോ, ഞാൻ അത്ര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും ഇഷ്ടമില്ല. ഈ ഒരു ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും കുഞ്ഞിക്കുട്ടനും അമ്പാടിയും ചേട്ടനും അനിയനും അമ്മയൊക്കെ കൂടിയിട്ട് മുറിക്കുവാണ് കേട്ടോ. കുഞ്ഞിക്കുട്ടൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ നമ്മൾ ട്രൈപോഡിൽ വെച്ചൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും കിട്ടത്തില്ല കേട്ടോ ക്ലിയറായിട്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിക്കുവാണ് കേട്ടോ. രാത്രിയായി, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കേട്ടോ. ഒരുപാട് സമയമായി, ഒരു 10-11 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.